ഹലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുളത്തിന് ചുറ്റും വെച്ചിരിക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആദ്യം ഇത്തിരി പാടായിരുന്നു, പിന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അത് നന്നായി പിടിച്ച് വന്നു. അതിനോടൊപ്പം തന്നെ പൂവും താമരയിൽ പൂവും ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മുട്ടായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീരെ ചെറിയ പൂവായിരിക്കും ഉണ്ടാകുക എന്നാണ്. പക്ഷേ വിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു, നല്ല കളറുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഒരു കളർ എന്താണെന്ന് അറിയില്ലാതെയാണ് ഞാൻ താമര മേടിച്ചിട്ട് വന്നത്. പക്ഷേ എന്തായാലും നല്ല കളറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാവരും പറഞ്ഞു നല്ലൊരു കളറാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ താമരക്കുളത്തിൽ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു ഐഡിയ വന്നത് ഒരു ഏരിയയിൽ കുറച്ച് ഗ്രാസ് പിടിപ്പിക്കാം എന്നായിരുന്നു. അപ്പോൾ താമരക്കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ഏരിയ എടുത്ത് അവിടെ ഞാനും മമ്മിയും കൂടി ആ മെറ്റിലെല്ലാം മാറ്റിയിട്ട് അവിടെ മൊത്തം ഒന്ന് കിളച്ചിട്ട് അതിൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഒരു ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടിയാണ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ബുഷി ആയിട്ടിങ്ങനെ വരുന്ന ഒരു റെഡ് കളറിലെ ഇലയുള്ളൊരു ചെടി. എനിക്കതിൻ്റെ പേരറിയില്ല. ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചെടിയാണ് ഞാൻ അവിടെ പിടിപ്പിച്ചത്. അതിനി പിടിച്ച് വരുമ്പോഴത്തേക്കും അത് വെട്ടി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് സ്റ്റോൺസും മേടിച്ചിരുന്നു. GN നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റോണും ഗ്രാസും ഒക്കെ മേടിച്ചത്. ഈ സ്റ്റോൺ വെച്ചൊരു വാക്ക് വേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും ചെയ്തിട്ടുണ്ട്. ഈ GN നാച്ചുറൽ സ്റ്റോൺസിലെ ആ ചേട്ടനാണെങ്കിൽ നല്ല ഒരു കസ്റ്റമർ സർവീസാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. ഞാൻ ഒരുപാട് നെറ്റിൽ അന്വേഷിച്ച് കുറേ ഷോപ്പിൽ വിളിച്ച് ചോദിച്ച് അവസാനമാണ് എനിക്ക് ഇവരെ കിട്ടിയത്. നല്ല അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് എല്ലാ സാധനങ്ങളും അവർ വീട്ടിലെത്തിച്ച് തന്നു കേട്ടോ. പിന്നെ ഞാനും മമ്മിയും കൂടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. മമ്മി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മമ്മീനെ കാണില്ലാത്തത്. മമ്മി നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചെളി വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഗ്രാസിനൊന്നും വലിയ കളറ് തോന്നിക്കാത്തത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാം മഴയൊക്കെ പെയ്ത് ആ ചെളിയെല്ലാം പോയി ചെടിയൊക്കെ ആണെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ മിറ്റലിലേക്ക് ആ സ്റ്റോൺ ഒന്ന് കുഴിച്ച് വെക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.